നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറി വന്നവളാണ് ഈ നിൽക്കുന്ന പാർവതി. അവളെ ഇപ്പൊ ഈ വീട്ടിലെ മകളാണ്. ഇവളെ സദാ ദ്രോഹിക്കുന്ന ആളാണ് ഈ ജാസ്മിൻ. അങ്ങനെ ഒരാളെ ഒരിക്കലും ഈ വീട്ടിലേക്ക് ദത്തെടുക്കാൻ പറ്റില്ല. എന്താ എന്താ അമ്മയുടെ അഭിപ്രായം? അമ്മയത് പറയണം. നിന്റെ അഭിപ്രായം തന്നെയാ എനിക്കും. ആ നീ കേട്ടല്ലോ. വിശാലും ജാസ്മിനും തമ്മിൽ പറഞ്ഞു വെച്ച വിവാഹം മുടങ്ങിയത് കൊണ്ടല്ലേ ജാസ്മിൻ ഇവിടെ താമസിക്കേണ്ടി വന്നത്. ആ ഇപ്പോ വീണ്ടും വിശാലും ജാസ്മിനും തമ്മിലുള്ള വിവാഹം നടത്താൻ നോക്കി, അതും മുടക്കി. വിശാല് പാർവതിയുടെ ഭർത്താവായിരിക്കെ അവനെ കൊണ്ട് ജാസ്മിനെ വിവാഹം കഴിപ്പിക്കാൻ ഒരുങ്ങിയത് തന്നെ തെറ്റാണ്. ഞാനും ഗോപി ഇവിടെ ഇല്ലായിരുന്നെങ്കിലും ഇവിടുത്തെ വിവരങ്ങളെല്ലാം കൃത്യമായി ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ജാസ്മിൻ, ഇനി എന്തായാലും നീയും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി പോകുന്നതാണ് നിനക്ക് നല്ലത്. അമ്മേ, ഞാനൊന്ന് പറയട്ടെ. സുശീലേ, നിനക്കിവിടെ ദത്തെടുത്തേ തീരുവെങ്കിൽ ആവാം. പക്ഷേ അതിനുശേഷം നിനക്കും ഇവൾക്കും ഇവിടെ താമസിക്കാൻ പറ്റില്ല. അമ്മേ, അതുവരെ ഒന്നും കാത്തു നിൽക്കണ്ട. ഇവരെ ഇപ്പൊ തന്നെ ഇറക്കി വിടുന്നതാ നല്ലത്. അതാ ഈ കുടുംബത്തിന്റെ സമാധാനത്തിന് ആവശ്യം. ഇറങ്ങ, രണ്ടും ഇപ്പൊ ഇറങ്ങണം. ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? അച്ഛാ വേണ്ട, ഇവരെ ഇവിടുന്ന് ഇറക്കി വിടരുത്. അത് ഭയങ്കര കഷ്ടമാണ്. അമ്മ പോയതിനു ശേഷം എന്നെ വളർത്തിയത് ആന്റി അല്ല അച്ഛാ. ആ നന്ദിയും കടപ്പാടും മറക്കാൻ പാടുണ്ടോ? അതൊന്നും മറക്കാൻ പാടില്ല. ആന്റി ഇവിടെ തന്നെ നിൽക്കണം. അച്ഛനോടും അച്ഛമ്മയോടും ഞാൻ അപേക്ഷിക്കുക, ഇവരെ പുറത്താക്കരുത്. വാ അമ്മേ. മോനെ, ഞങ്ങൾ ഇറങ്ങിക്കോളാം. ഏയ് വേണ്ട, ആരും എവിടെയും പോകുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.